ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയ്ക്കൊപ്പം 400 സീറ്റ് ഇത്തവണ നേടുമെന്നാണ് BJPയുടെ പ്രഖ്യാപനം. മിഷൻ 400 എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അർത്ഥശങ്കയ്ക്ക് പോലും ഇട നൽകാതെ ആവർത്തിക്കുകയാണ്. ഈ ലക്ഷ്യം നേടാനായി മറ്റു പാർട്ടികളിലെ നേതാക്കളെ മറുകണ്ഠം ചാടിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവം. ജനറൽ സെക്രട്ടറിമാർക്കാണ് ഇതിൻ്റെ ചുമതല നൽകിയിട്ടുള്ളതെന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട 160 സീറ്റുകൾ ഉന്നമിട്ടാണ് BJPയുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മാത്രമാണ് ഒരിക്കൽ 400 സീറ്റ് നേട്ടം കൈവരിച്ചത്. 1984-ൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ ആ മുന്നേറ്റം. 2014-ൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ എത്തുന്നതുവരെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ പാർട്ടി എന്ന റെക്കോർഡ് കോൺഗ്രസിൻ്റെ കൈവശമായിരുന്നു. 400 സീറ്റ് എന്ന ആഗ്രഹം നടപ്പാക്കുകയാണ് ഇക്കുറി BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് ഉപയോഗിക്കാനായി ദേശീയ നേതൃത്വം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് BJPയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചതും 400 സീറ്റ് എന്ന പ്രഖ്യാപനം നടത്തിയതും. 50% വോട്ട് നേടുകയാണ് ലക്ഷ്യമെന്ന് BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയപ്പോഴുള്ള BJPയുടെ ആത്മവിശ്വാസം കണ്ട് പ്രതിപക്ഷ പാർട്ടികളും അങ്കലാപ്പിലായി. നേരത്തെ പാർലമെൻറ്റിൽ തൃണമൂൽ കോൺഗ്രസ് MP ആയിരുന്ന മഹുവ മൊയ്ത്ര പറഞ്ഞ വസ്തുതകൾക്കുള്ള മറുപടി എന്ന പോലെയാണ് 50% വോട്ട് ഷെയറിൻ്റെ കാര്യം BJP പറയുന്നത്. നേരത്തെ വെറും 36% മാത്രമാണ് BJPയുടെ വോട്ട് ഷെയർ എന്നും ബാക്കി 64% വോട്ട് ഷെയർ പ്രതിപക്ഷത്തിൻ്റേതാണെന്നും മഹുവ പറഞ്ഞിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ എന്ന വണ്ണമാണ് 50%-ലധികം വോട്ട് ഷെയർ നേടുമെന്ന് BJP തുടക്കത്തിലെ പറയുന്നത്. ലക്ഷ്യം നേടുന്നതിനായി BJP ദേശീയ അധ്യക്ഷൻ വിവിധ ചുമതലകളാണ് ജനറൽ സെക്രട്ടറിമാർക്ക് നൽകിയിട്ടുള്ളത്. മറ്റു പാർട്ടികളിലെ നേതാക്കളെയും സിറ്റിംഗ് MPമാരെയും BJPയിലേക്ക് കൊണ്ടുവരികയാണ് പ്രധാന ജോലി. മണ്ഡലത്തിലെ സ്വാധീനവും തെരഞ്ഞെടുപ്പിലെ ജയശേഷിയും കണക്കിലെടുത്താണ് തീരുമാനമെടുക്കേണ്ടത്. ഒറ്റയ്ക്ക് ജയിക്കാനാകില്ലെന്ന് പാർട്ടി കരുതുന്ന സ്ഥലങ്ങളിലെ ഈ സാധ്യത ഉപയോഗപ്പെടുത്താവൂ എന്ന നിർദ്ദേശവുമുണ്ട്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥിനെ BJP പാളയത്തിലേക്ക് അടുപ്പിച്ചത് ഇതേ തന്ത്രം ഉപയോഗിച്ചാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 400-ലധികം സീറ്റുകൾ നേടി തുടർച്ചയായി 3-ാം തവണയും അധികാരത്തിലെത്തിയാൽ കോൺഗ്രസ് ആയിരിക്കും ഉത്തരവാദിയെന്ന് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി ചെയർമാൻ ഗുലാം നബി ആസാദും പറയുന്നു. ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറിനെ BJP പൊക്കിയെടുത്തതും പ്രതിപക്ഷത്തെ തളർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു. മിഷൻ 400 എന്ന ലക്ഷ്യത്തെക്കുറിച്ച് പരസ്യമായി തന്നെ പറയാൻ BJPയെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ചില ഘടകങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് വിലയിരുത്തിയ ഹിന്ദി ഹൃദയഭൂമിയിലെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് നേർക്കുനേർ പോരാടിയ 3ഇടത്തും 3-0 വൻ വിജയം കരസ്ഥമാക്കി. മധ്യപ്രദേശിൽ ഭരണം നിലനിർത്തിയതിന് പുറമെ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് ഇറക്കിവിട്ടാണ് വിജയം സ്വന്തമാക്കിയത്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഭൂരിപക്ഷ വോട്ട് ധ്രുവീകരണത്തിന് കാരണമാകുമെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നു. അയോധ്യയിലെ രഥമുരുട്ടൽ മുതലിങ്ങോട്ട് രാമക്ഷേത്ര അജണ്ട എന്നും തുണച്ചുവെന്ന് കരുതുന്ന BJP പ്രാണപ്രതിഷ്ഠ പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ നടത്തിയത് തന്നെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ അനുകൂലമാക്കാനുമാണ്. ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ തമ്മിലുള്ള തല്ലും വിയോജിപ്പും കല്ലുകടിയുമെല്ലാം BJP നന്നായി ആസ്വദിക്കുന്നുണ്ട്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിലെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇതോടെ ഇവർ തങ്ങൾക്ക് ഭീഷണിയാവാതെ വോട്ട് ചിതറിപ്പിക്കുമെന്ന നിരീക്ഷണമാണ് BJP കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. നിതീഷ് കുമാറിൻ്റെ NDAയിലേക്കുള്ള വരവ് ഇന്ത്യ മുന്നണിയെ തളർത്തിയെന്നും കോൺഗ്രസിനോട് പ്രാദേശിക പാർട്ടികൾക്കുള്ള അകൽച്ച മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ഇല്ലാതാക്കുമെന്നും BJP കണക്കുകൂട്ടുന്നു. ബംഗാളിൽ ഒറ്റയ്ക്കാണെന്ന് മമതാ ബാനർജിയും ഉത്തർപ്രദേശിൽ വേണമെങ്കിൽ 11 സീറ്റ് എടുക്കുന്ന മട്ടിൽ കോൺഗ്രസിനോട് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും നിലപാട് സ്വീകരിച്ചതോടെ മുന്നണിയുടെ കെട്ടുറപ്പൊക്കെ അയഞ്ഞു. പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മിയും കോൺഗ്രസിനോട് കൊമ്പ് കോർക്കുകയാണ്. ഇന്ത്യയെ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയാക്കി എന്ന തരത്തിലുള്ള പ്രചരണങ്ങളിൽ ജനങ്ങൾ വീണിട്ടുണ്ടെന്നാണ് BJP വിലയിരുത്തൽ. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് വിലക്കയറ്റത്തെയും പെട്രോൾ ഗ്യാസ് വിലവർദ്ധനവിനെയുമെല്ലാം മൂടിവെക്കാനുള്ള പണി BJP സൈബർ പോരാളികളും നടത്തുന്നുണ്ട്. ഇവരുടെ പ്രചരണം കൊണ്ട് തന്നെ 60%-ലധികം കടത്തിൽ നിൽക്കുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തെ വമ്പൻ സാമ്പത്തിക ശക്തിയാണെന്ന് കരുതുന്നവർ ഏറെയാണ്. OBC പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ്
OBC വോട്ട് ബാങ്ക് ഉറപ്പിച്ചുവെന്നാണ് BJPയുടെ വിശ്വാസം. അടിസ്ഥാന ഘടകങ്ങളിലെ പ്രവർത്തനങ്ങളും അവസാനം ഭരണത്തിലെത്തിയ 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി നിർണയവും OBC വോട്ടർമാരെ ആകർഷിക്കുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. ഇന്ത്യയിലെ ഭൂരിപക്ഷ വോട്ട് ബാങ്കായ OBC വോട്ട് ഷെയർ 45-നും 50%-നും ഇടയിലാണ്. ഇതിൽ വലിയ ഭൂരിപക്ഷം വോട്ടും തങ്ങൾക്കാണെന്നാണ് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ BJP കണ്ടെത്തിയിരിക്കുന്നത്. ദേശീയ തലത്തിൽ തങ്ങൾക്ക് ഏറ്റവും ഭീഷണിയാകുമെന്ന് കരുതിയ കോൺഗ്രസിനെ ഇപ്പോൾ അത്രയ്ക്ക് ഭയപ്പെടേണ്ടെന്ന ചിന്താഗതിയാണ് BJPക്ക്. ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നെല്ലാം പറയുന്ന രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കൊന്നും വലിയ ചലനം സൃഷ്ടിക്കാനായിട്ടില്ല. പഴയ വീഞ്ഞ് വീണ്ടും വീണ്ടും പുതിയ കുപ്പിയിലാക്കുന്നത് പോലെ രാഹുലിനെ ലോഞ്ച് ചെയ്ത് കോൺഗ്രസിൻ്റെ കട തന്നെ പൂട്ടിപ്പോയെന്ന പ്രധാനമന്ത്രിയുടെ പരിഹാസത്തിന് കാരണവും മറ്റൊന്നല്ല. ഉത്തരേന്ത്യയിൽ പയറ്റിയ അതേ തന്ത്രം കേരളത്തിലും നടപ്പാക്കാനാണ് BJP ദേശീയ നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പ്രചരണത്തിൽ മേൽക്കൈ നേടാനുള്ള തയ്യാറെടുപ്പും പാർട്ടി നടത്തുന്നു. സ്ത്രീശക്തി സംഗമം സംഘടിപ്പിച്ചപ്പോഴും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയതിന് പിന്നിലും കൃത്യമായ പദ്ധതികളുണ്ടായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപിയുടെ പ്രകടനം ഞെട്ടിപ്പിക്കുന്നതായിരുന്നുവെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കം സമ്മതിച്ചതാണ്. 2014 BJP സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ 28.2% വോട്ട് അധികമായി നേടാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് BJP എംപിമാരെ സൃഷ്ടിക്കാനാകുമെന്ന് പാർട്ടി നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. ഇതൊക്കെ ലക്ഷ്യം വെച്ച് തന്നെയാണ് മിഷൻ 400 എന്ന മുദ്രാവാക്യവുമായി BJP ദേശീയ നേതൃത്വം കൃത്യമായ ചുവടുവയ്പ്പുകളുമായി മുന്നേറുന്നത്.